നമസ്കാരം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് എടപ്പള്ളിയിലാണ്. എടപ്പള്ളിയിൽ നമ്മുടെ എടപ്പള്ളി പള്ളിയുടെ തന്നെ നേരെ ഓപ്പോസിറ്റ് നമ്മളൊരു 8 കിലോവാട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തിട്ട് ഒരു വർഷത്തിന് മുകളിലായി. നമ്മളിപ്പം അന്ന് നമ്മൾ ചെയ്തിട്ട് ഇതുവരെ നമ്മളതിൻ്റെ എന്ത് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെ ഡെയിലി ആവറേജ് പ്രൊഡക്ഷൻ അതുപോലത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്തേക്കുന്നത്, ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലാന്റ് എങ്ങനെ ലാസ്റ്റ് ചെയ്യുന്നു, ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മുടെ 8 കിലോവാട്ട് പ്ലാന്റാണ്. നമ്മൾ യൂസ് ചെയ്തേക്കുന്ന പാനൽ ജെയുടെ 540യുടെ പാനലാണ്. 540യുടെ പാനൽ വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ നമുക്കിവിടെ ചെയ്യുന്ന ഒരു റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു സ്ട്രിങ് നമ്മൾ ഫുൾ ലെങ്ത് നമ്മൾ ചെയ്തിട്ട് ബാക്കിൽ നമ്മൾ ഒരു 4ൻ്റെയും ഒരു 5ൻ്റെയും രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പം 540ൻ്റെ പാനലാണ് നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്നത്. നമ്മളിപ്പം ഷീറ്റിൻ്റെ മുകളിലാണ് നമ്മളിവിടെ സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. നമ്മളോടൊപ്പം ലൈറ്റ്നിങ് അറസ്റ്റർ നമ്മൾ ചെയ്തേക്കുന്നത് മൾട്ടി സ്പൈക്കിൻ്റെ ലൈറ്റ്നിങ് അറസ്റ്ററാണ്. നമ്മളിവിടെ ഷീറ്റിൻ്റെ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് മുകളിലോട്ട് കയറാൻ വേണ്ടി നമ്മളിവിടെ ഒരു സ്റ്റെയർ പോലെ നമ്മൾ ലാൻഡിങ് കൊടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് മുകളിലോട്ടൊരു ആക്സസ് പോലെ നമ്മൾ കൊടുത്തിട്ടാണ് നമ്മളിതിൻ്റെ സ്ട്രക്ചർ വർക്ക് ചെയ്തേക്കുന്നത്. അപ്പം ഇതാണ് നമ്മൾ അടിയിൽ നമ്മൾ ചെയ്തേക്കുന്ന രീതി. 2x2 2.5 സ്ക്വയർ പൈപ്പാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ മോണോപ്പർ ഹാഫ് കട്ട് പാനൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ അലൂമിനിയം ക്ലാംപ്സ്, SS-ൻ്റെ 304 നട്ട് ബോൾട്ട്, പിന്നെ നമ്മൾ ക്ലാമ്പിംഗ് ഒക്കെ എല്ലാം നമ്മൾ ഇലക്ട്രിക് പൈപ്പ് എല്ലാം നമ്മൾ ക്ലാമ്പ് ചെയ്താണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പം ഒന്നും തുരുമ്പിക്കാത്ത രീതിയിൽ എല്ലാം വൃത്തിയായിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇതാണ് ഈ സൈഡിലെ വ്യൂ. അപ്പം മുകളിലത്തെ വ്യൂസ് എല്ലാം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കിനി താഴത്തെ ഇൻവേർട്ടറിൻ്റെ ഭാഗങ്ങളുടെ കാര്യങ്ങളോട് നമുക്ക് നോക്കാം. അപ്പം ഇവിടെയാണ് നമ്മൾ ഇൻവേർട്ടർ നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത്. നമുക്കൊരു സ്ഥലപരിമിതി കാരണം നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻവേർട്ടറിൻ്റെ രീതി ചെയ്തേക്കുന്നത്. ഈ ഒരു വാളിൽ നമ്മുടെ ഈ ഒരു ഇൻവേർട്ടർ വരുന്ന രീതിയിൽ എർത്ത് ബെഞ്ചും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്ത് ഈ സൈഡിലാണ് നമ്മൾ ഇൻവേർട്ടർ സ്ഥാപിച്ചേക്കുന്നത്. പോളിക്യാബിൻ്റെ 8 kVയുടെ ഇൻവേർട്ടറാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ DC/DC AC/DC നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. AC/DC നമ്മൾ 3 ഫേസിൻ്റെ എല്ലാം കളർ കോഡിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. 3 ഫേസിൻ്റെ ആണ് ചെയ്തേക്കുന്നത്. മെർസൻ്റെ SPD-യും ABBയുടെ MCB-യും എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ABBയുടെ OTDC വെച്ചിട്ടാണ് നമ്മൾ DC/DC ഇവിടെ ചെയ്തേക്കുന്നത്. കേബിൾ ട്രെയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ വയറിങ് കാര്യങ്ങളെല്ലാം കോൺട്രാക്റ്റ് എല്ലാം ഇട്ടാണ് നമ്മൾ ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇവിടെയാണ് നമ്മൾ സോളാറിൻ്റെ മീറ്ററും നമ്മുടെ വീട്ടിലേക്കുള്ള എനർജി മീറ്ററും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സോളാറിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പം ഇത് നമ്മുടെ എനർജി മീറ്റർ കൊടുത്തിട്ടുണ്ട്. കളർ കോഡ് ചെയ്തിട്ട് അതിൻ്റെ വയേഴ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ 8 kVയുടെ വെച്ചേക്കുന്നുണ്ട്. നമ്മൾ 63യുടെ 3 ഫേസിൻ്റെ ആങ്കറിൻ്റെ മെയിൻ സ്വിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 63യുടെ ഫ്യൂസ്, അതിൻ്റെ വയറിങ് ഇവിടെ പണി ഇച്ചിരി തീരാനുണ്ട്. അതിൻ്റെയാണ് കുറച്ച് അലങ്കോലമായിട്ട് കിടക്കുന്നത്. റിനോവേഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പം ഇത് പിന്നെ നമ്മുടെ നെറ്റ് മീറ്റർ വന്നേക്കുന്ന ഭാഗം. നെറ്റ് മീറ്ററിൻ്റെ അകത്ത് നമുക്ക് ഔട്ട് പ്രൊഡക്ഷൻ നമുക്ക് ഇതുവരെ നമ്മുടെ പ്ലാന്റ് ചെയ്യുന്ന 3400 യൂണിറ്റോളം നമുക്ക് പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട്. നമ്മളാക്കേണ്ട ആ ഒരു മീറ്ററിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് ടോപ്പിൽ കൂടെയാണ് നമ്മൾ വയേഴ്സും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്ത് കൊടുത്തേക്കുന്നത്. നമ്മൾ ഈ ഒരു ഭിത്തിക്കകത്താണ് നമ്മൾ ഇൻവേർട്ടർ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് കാണിച്ചായിരുന്നല്ലോ. അപ്പം താഴെ കേബിൾ ട്രെയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എർത്ത് ബെഞ്ച്, അതിനുള്ള എർത്ത് വയർ, കോപ്പർ ഇട്ടാണ് നമ്മൾ എർത്തിങ് എല്ലാം ചെയ്തേക്കുന്നത്. അതുമല്ല റിമോട്ട് കണക്ടിവിറ്റി ഉൾപ്പെടെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ നമ്മുടെ ബസ് ബാറും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുമല്ല എർത്ത് ബെഡ് ചേമ്പർ ഉൾപ്പെടെ എല്ലാം നമ്മൾ ഇതിൻ്റെ താഴെ കൂടെ അണ്ടർഗ്രൗണ്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൈഡിൽ മൊത്തം നമ്മൾ ചെടി വെച്ച് വീട്ടുകാർ വെച്ചിട്ടുണ്ട്. സോ അതിൻ്റെയാണ് എല്ലാം അതിൻ്റെ അടിയിലാണ് പോയേക്കുന്നത്. ഇവിടെയും കണ്ടു കഴിഞ്ഞാൽ ഫുൾ ചെടിയുടെ മേളമാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇൻവേർട്ടറിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ചെയ്ത് കൊടുത്തേക്കുന്നത്. എന്തൊരു അത്യാവശ്യത്തിന് കയറണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. സോ എല്ലാം സേഫാണ്. അപ്പം അത്രയാണ് ഇന്നത്തെ ഈ ഒരു വീടിനകത്ത് നമുക്ക് കാണാനുള്ളത്. അപ്പം ഇതുപോലെ അടുത്ത സൈറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം.